അല്ല, വി ഡി സതീശൻ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ, അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അദ്ദേഹം അത് പൊതുവായിട്ട് പബ്ലിക്കായി പറയട്ടെ. പ്രതിപക്ഷ നേതാവ് അതിന് തയ്യാറാവുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താ പറയുക, പ്രത്യക്ഷമായി പറയേണ്ട സമയം അതിക്രമിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ചാർജുകൾ. രണ്ടാമത് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ടീമാണ് ഈ യൂത്ത് ടീം, ഇവരെയൊക്കെ വളർത്തുന്നത് അദ്ദേഹമാണ് എന്നുള്ള വാർത്തകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം അതിൽ നിർണായകമായ തീരുമാനം എടുക്കണം. പിന്നെ പാർട്ടി പണ്ട് AICCയുടെ തീരുമാനത്തിന് കാത്തിരിക്കുന്ന ഒരു കാലം പാർട്ടിക്ക് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ നിന്നുള്ള KC ആണല്ലോ. KCക്കും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുമല്ലോ. ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത് എന്തായാലും അദ്ദേഹത്തെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെയുള്ള എന്താ പറയുക, ഇത്തരത്തിലുള്ള പുതിയ പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെയും സമീപിച്ചിരുന്നു കഴിഞ്ഞ 2 ദിവസത്തിൻ്റെ ഇടയിൽ. ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ട് തരാൻ സാധിക്കുമോ? പരാതിയുള്ളവരാണ്. ഞങ്ങൾക്ക് കേസിന് പോകാൻ നീതി കിട്ടുമോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല, അതുകൊണ്ട് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് നീതി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് സത്യമുണ്ടെങ്കിൽ, ആ പറയുന്നതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് പരാതി കൊടുക്കണം. എന്നിട്ട് നിയമപരമായ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് എൻ്റെ സഹായം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് സ്വയം പരിശോധിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചോ എന്ന് പറഞ്ഞു വിടും. ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാനല്ലേ തന്നത്. ഈ വിഷയങ്ങളുടെ ഗൗരവം അതീവ ഗൗരവമാണ്. കാരണം വീഴാൻ നേരത്തെ ഒരാളെ ഉന്താൻ എല്ലാവർക്കും എളുപ്പമാണ്. അപ്പോൾ വീഴാൻ പോകുന്നവൻ എന്നെ തള്ളിയിടുകയാണ് എന്ന് പറയാനുള്ള ന്യായം അവർക്ക് വേണം. അത് ഇവിടെ രാഹുലിനെ സംബന്ധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അതെ 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 അല്ല, എന്നെ ഇതുമായി ബന്ധപ്പെട്ട 2 എന്താ പറയുക സ്ത്രീകളുടെ പരാതിയാണ്. അതുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചത് ഒരു കോൺഗ്രസ് ലീഡറാണ്, യൂത്ത് കോൺഗ്രസിലെ ഒരു ലീഡറാണ്. അല്ല മലപ്പുറം ജില്ലയല്ല, കൊച്ചിയിലുണ്ട്. അതെ അതെ, അത് അവരുടെ രാഷ്ട്രീയമായ എന്തെങ്കിലും താല്പര്യമായിരിക്കും. അതുകൊണ്ട് ഞാനതിൽ സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ പോലീസിൽ പരാതി അല്ല, അവർ കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ അതിൽ അവരെ സഹായിക്കാൻ കഴിയുമോ? ഞാൻ പറഞ്ഞു, കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ സഹായിക്കാൻ പറ്റും, നിങ്ങളടുത്ത് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കും. ഇതിൽ മറ്റൊരു വിഷയം ആരും എന്താ പരാതി കൊടുക്കാത്തത് എന്നുള്ളൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു ഘട്ടമായിട്ടും അത് പരാതി കൊടുക്കാൻ അവർ ഇതൊക്കെ എന്താ പറയുക, ഞാൻ ജനറലായിട്ട് പറയാം, ഇത്രയും വലിയ ഒരു ഭീകരമായ തെറ്റ് നമ്മൾ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഇതിലൊരു ലീഗൽ സ്റ്റെപ്സിലേക്ക് പോകാത്തത് എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ഇത് തന്നെ ഇപ്പം ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം, അശ്ലീല സന്ദേശവും അതിൽ എന്താ പറയുക, അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 2 സ്റ്റെപ്പും കൂടി മുന്നിലാണ്. സന്ദേശം മാത്രമല്ല, അല്ല പരാതിയുണ്ട്. അപ്പം അവർക്ക് പ്രൊട്ടക്ഷൻ വേണം. ഞാൻ പറഞ്ഞു, പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആൾ നമ്മളല്ലല്ലോ, പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ്. നിയമപരമായിട്ട് നിങ്ങൾക്ക് അതിന് സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളൊരു വക്കീലിനെ കണ്ടിട്ട് അവരെന്നെ എന്താ പറയുക, സതുദ്ദേശത്തിലാണ് എന്നെ സമീപിച്ചത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഈ സമീപിച്ച വ്യക്തി അവരുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരാതി കൊടുത്തിട്ട് വാ. ഇപ്പം മിനിയാന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വി ഡി സതീശൻ ഉൾപ്പെടെ കടുത്ത നിലപാട് സ്വീകരിച്ചപ്പോഴും ഷാഫി പറമ്പിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ പ്രതികരണം മാധ്യമങ്ങളോട് നടത്തിയിരുന്നത്. ഈ പരാതിക്കാരുടെ ധാർമ്മികത ഉൾപ്പെടെ ചോദ്യം ചെയ്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതെങ്ങനെയാണ്? അല്ല, അതിപ്പോ ഇന്നലെ നിങ്ങൾ കുറേ ദിവസത്തിന് ശേഷമാണല്ലോ ഷാഫിയുടെ ഒരു പ്രതികരണം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പാടുപെട്ടതും അദ്ദേഹത്തെ കണ്ടെത്താൻ പരിശ്രമം നടത്തിയതൊക്കെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ഷാഫിയിൽ നിന്ന് എന്തായിരുന്നോ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ച മറുപടി, ആ മറുപടിയല്ല ഷാഫിയിൽ നിന്ന് കിട്ടിയത് എന്ന് വളരെ വ്യക്തമാണല്ലോ. അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ സൗഹൃദം
സ്വാഭാവികമായിട്ടും അതിന് ഒരു ബാരിക്കേഡ് സൃഷ്ടിച്ചിട്ടുണ്ടാവും. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു നിലപാടായിട്ട് മാത്രമേ നമുക്കതിൽ കാണാൻ കഴിയുള്ളൂ. കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റും AICC ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമാണല്ലോ പറയേണ്ടത്. അതിപ്പം ഞാൻ പറയേണ്ടല്ലോ, അത് പറയേണ്ടത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെയാണ്. ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിന് കളമൊരുക്കി കൊടുക്കുന്ന വ്യക്തികളാണത് ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഉണ്ടായില്ല. നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് അങ്ങേ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദർശനം നടത്തി. ആ സമയത്ത് അത് വലിയ വിവാദമായിരുന്നു. ഇപ്പൊ ഇത്തരം ആരോപണങ്ങൾ വരുന്ന പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു പ്രചാരണം ഇത്തരം ഒരു ലൈംഗിക അധിക്ഷേപ പരാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അങ്ങയുടെ പക്കലുണ്ടായിരുന്നു. അത് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു രാഹുൽ വന്നത് എന്നുള്ളതാണ്. അതിന് സത്യാവസ്ഥ അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. അല്ല, അത് നമ്മൾ പുള്ളി വ്യക്തിപരമായിട്ട് തന്നെ വന്ന് കണ്ട് വ്യക്തിപരമായ കാര്യങ്ങൾ അന്ന് സംസാരിച്ചു. അതിൻ്റെ കൂടെ നിലമ്പൂരിലെ രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ട്.